108 km/h വേഗതയിലോടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുതി പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം മീറ്ററിൽ എത്ര? ഇതാണ് ചോദ്യം. ഇവിടെ കാണേണ്ടത് തീവണ്ടിയുടെ നീളമാണ്. തീവണ്ടിയുടെ നീളം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ദൂരമാണ്. ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം വേഗത ഗുണം സമയമാണ്. അപ്പോൾ ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് 108 km/h ആണ്. തന്നിരിക്കുന്ന സമയം സെക്കൻഡിലുമാണ്, നമുക്ക് കാണേണ്ടത് മീറ്ററിലുമാണ്. തീവണ്ടിയുടെ നീളം കാണേണ്ടത് മീറ്ററാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വേഗത km/h എന്നുള്ളത് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അതെങ്ങനെയാണ്? 108 km/h എന്ന് പറയുന്നത് 108 km/1 hour എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇൻറ്റു സമയം എന്ന് പറയുമ്പോൾ ശരിക്കും 30 സെക്കൻഡ്. നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മുടെ വേഗതനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ 108 കിലോമീറ്റർ. കിലോമീറ്ററിന് എങ്ങനെ മീറ്ററിലേക്ക് മാറ്റുക? 1000 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ മണിക്കൂറിന് എങ്ങനെ സെക്കൻഡിലേക്ക് മാറ്റുക? 1 × 3600 ഇൻറ്റു 30. സമയം എന്നുള്ളത് 30 തന്നെ. അപ്പോൾ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യുക. 36 × 3 108. പിന്നെ 1 എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടിയില്ല. ഡിവൈഡഡ് ബൈ 1 എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടിയില്ല. അപ്പം 3 × 10. 3 × 10 × 30 ഡിവൈഡഡ് ബൈ 1 ആണ്. അത് 3 10 30. 30 × 30 900 മീറ്റർ ആണ് ഇതിൻ്റെ ഉത്തരം. തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ ദൂരം. 900 മീറ്റർ ആണ് തീവണ്ടിയുടെ നീളം.